ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുകയും കാണാൻ ആഗ്രഹിക്കുകയും ആവേശം നിറഞ്ഞ മത്സരങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുന്ന യൂറോ കപ്പിന് ഇന്ന് തുടക്കമാവുകയാണ്. ജർമ്മനി ആതിഥേയത്വം വഹിക്കുന്ന യൂറോ കപ്പിന് ഇന്ന് രാത്രി 12:30-ക്കാണ് തുടക്കം കുറിക്കപ്പെടുന്നത്. ഇന്ന് ആദ്യ ദിവസം ആയതുകൊണ്ട് ആകെ ഒരു മത്സരം മാത്രമേ ഉള്ളൂ. 12:30-ക്ക് സോണി സ്പോർട്സിലും സോണി ലൈവിലും ആയിരിക്കും മത്സരങ്ങളുടെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ജർമ്മനിയും സ്കോട്ട്ലൻഡും തമ്മിലാണ് ഉദ്ഘാടന മത്സരം നടക്കാൻ പോകുന്നത്. ഇത്തവണ 6 ഗ്രൂപ്പുകളിലായിട്ട് 24 ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. അപ്പം ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആതിഥേയരായിട്ടുള്ള ജർമ്മനി, സ്കോട്ട്ലൻഡ്, ഹംഗറി, സ്വിറ്റ്സർലൻഡ് എന്നിവരെല്ലാം കൂടി ഗ്രൂപ്പ് എയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പ് ബിയിൽ വന്നിരിക്കുന്ന ടീമുകൾ നോക്കുകയാണെങ്കിൽ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഇറ്റലി, സ്പെയിൻ, ക്രൊയേഷ്യ, അൽബേനിയ എന്നിവരാണ്. ഇതാണ് കൂട്ടത്തിലെ ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രൂപ്പ് സി നോക്കുകയാണെങ്കിൽ അവിടെ സ്ലോവേനിയ ഉണ്ട്, സെർബിയ ഉണ്ട്, ഡെൻമാർക്ക് ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്. ഇംഗ്ലണ്ട് കഴിഞ്ഞ യൂറോയിൽ ഫൈനൽ വന്നിട്ടുള്ള ടീമാണ്. ഗ്രൂപ്പ് ഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ നെതർലൻഡ് ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഓസ്ട്രിയ ഉണ്ട്, പോളണ്ട് ഉണ്ട്. പിന്നെ റൊമാനിയ, ബെൽജിയം, സ്ലോവേനിയ, ഉക്രൈൻ തുടങ്ങിയവരെല്ലാവരും ഗ്രൂപ്പ് ഇയിൽ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ചെക്ക് റിപ്പബ്ലിക്, തുർക്കി, ജോർജിയ, പോർച്ചുഗൽ എന്നിവരാണ് ഗ്രൂപ്പ് എഫിലുള്ളത്. പോർച്ചുഗലിനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാനത്തെ യൂറോ കപ്പ് ആയിരിക്കും ഇത് എന്നൊരു സവിശേഷത കൂടിയുണ്ട്. 2016 യൂറോ കപ്പ് നേടിയ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇത്തവണ ആ ഒരു കിരീട നേട്ടം റോണോയ്ക്ക് വേണ്ടി ആവർത്തിക്കും എന്നാണ് പല ആരാധകരും വിശ്വസിക്കുന്നത്. ഇന്ന് മാത്രമേ ഉള്ളൂ ഒരു മത്സരം ഉണ്ടായിരിക്കുന്നത്. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം വൈകുന്നേരം 6:30-ക്ക്, പിന്നെ 9:30-ക്ക്, 12:30-ക്ക് എന്നിങ്ങനെ 3 മത്സരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം യൂറോ വരികയാണ്, കോപ്പ വരികയാണ്, ഒളിമ്പിക്സ് വരികയാണ്.